ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിലുള്ളൊരു ഉഴുന്നുവടയാണ്. അപ്പോൾ ഈ ഉഴുന്നുവട എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ 1.5 കപ്പ് ഉഴുന്ന് ഒരു 3.5 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 3.5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും 1-2 പ്രാവശ്യം കഴുകി വൃത്തിയാക്കി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം. അരക്കുമ്പോഴത്തേക്കും ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയൊരു പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി അരച്ചിട്ട് അല്ലെങ്കിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അങ്ങനെ കടിക്കുന്നവർ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കുക. ഇത് ഞാനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അരക്കുവാണ് ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ കടിക്കാനും കിട്ടൂല. അതിനുവേണ്ടി അങ്ങനെയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഇവിടെ ഞാനിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അരച്ചെടുത്ത് ഈ ഒരു മിക്സ് ഒരു തരിതരിപ്പോട് കൂടിയാണ് ഞാനിത് അരച്ചെടുത്തിട്ടുള്ളത്. ഈ ഒരു മിക്സ് ഒരു ഫോർക്ക് വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ മിക്സ് ചെയ്താൽ നമ്മളെ ഉഴുന്നുവട നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇല്ലെങ്കിൽ ഉണ്ടാക്കി പെട്ടെന്ന് തന്നെ ഹാർഡായി പോവും. തണുക്കുമ്പോഴത്തേക്കും ഹാർഡായി പോവുക ചെയ്യുക. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് എത്രത്തോളം മിക്സ് ചെയ്യുന്നോ അത്രത്തോളം സോഫ്റ്റായി കിട്ടും. ഇനി ഞാൻ ഇതിലോട്ട് ഒരു സവാളേൻ്റെ പകുതി ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുഞ്ഞുള്ളി കിട്ടുമെങ്കിൽ കുഞ്ഞുള്ളി ചേർത്ത് കൊടുത്താലും മതി. അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തതും ഒരു 3 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ കുരുമുളക് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി ഇതൊക്കെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഉഴുന്ന് അരച്ചെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ട് അരച്ചു കൊടുക്കുക കേട്ടോ. ഇല്ലെങ്കിൽ അരഞ്ഞ് കിട്ടൂല. അതുകൊണ്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുത്താൽ മതി. ഈ ഒരു സമയത്ത് ഇതിലോട്ട് അരിപ്പൊടി വേണമെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മളെ ഉഴുന്നുവട നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ, ഓപ്ഷണലാണ്. നമ്മളെ പുട്ടുപൊടി ആയാലും ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതാ ഉഴുന്നുവടേനെ ഷേപ്പ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കൈ ഒന്ന് നനക്കണം. അതിന് ശേഷം നമുക്ക് കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നടുക്കൊരു തുളയിട്ട് കൊടുക്കാം. ഇനി നമ്മൾ നന്നായി ചൂടായ എണ്ണയിലോട്ട് ഇത് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഓരോന്നോരോന്ന് ഷേപ്പ് ചെയ്തിട്ട് നമുക്ക് ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. ഒരു ഭാഗം ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 2 സൈഡ് ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴേക്കും നമുക്കിത് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റിയെടുക്കാം കേട്ടോ. അങ്ങനെ ഇത് ഞാൻ എല്ലാ വടയും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങാ ചട്നീൻ്റെ കൂടെ ഇത് കഴിക്കുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റ്. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഉഴുന്നുവട എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഇരിക്കുന്നു. ഇഷ്ടപ്പെട്ട എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്